നമസ്കാരം കൊച്ചി. എൻ്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കണം, ക്ഷമിക്കണം. എന്താ പറ്റി? ഞാൻ IM ഗെയിം ഷൂട്ട് ചെയ്തതാണ്. IM ഗെയിമിൽ ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ചയുടെ ആക്കി എൻ്റെ സൗണ്ട് പോയി. ഇപ്പൊ 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നതെന്ന് അറിയാം. എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് IM ഗെയിം നിങ്ങളെല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട്. കൊച്ചി തന്നെ ഓൾമോസ്റ്റ് മോസ്റ്റ് ഷൂട്ട്. ഞാനിപ്പോൾ ഓക്കെ കാന്തനെ കുറിച്ച് സംസാരിക്കും. ഇത് എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത. ഞാൻ 2019 സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇപ്പോൾ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നറേഷൻ പ്ലാൻ ചെയ്തു. ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകണ്ടായിരുന്നു. 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. അപ്പോൾ ഞാൻ ഒരു സ്ഥലം എനിക്കൊരു ഡിന്നറിന് പോകാറുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മളൊരു ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നീണ്ട് ഡീറ്റെയിൽ ആയിട്ട് നറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നറേറ്റ് ചെയ്യുന്ന ഒരു 4-5 മണിക്കൂർ കൊടുത്തു. ഒരു 10 മണിക്കൂർ ഇരുന്ന് കേട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ നറേഷൻ കേൾക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, കഥയുണ്ട് ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് ഞങ്ങൾ തമിഴിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ ഇതേവരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്യുന്ന സിനിമയാണ്. എൻ്റെ ബ്രദറായ റാണായ ഞാനും ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയമാണ്. ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മോമെൻ്റാണ്. അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ നാളേക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങൾ കനിസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനൊരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ്. സമുദ്ര കനിസാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ, ഒരു മെന്ററിനെ പോലെ, ഒരു അച്ഛനെ പോലെ ഈ പടത്തിൽ ത്രൂ ഔട്ട് എനിക്ക് അത്രയും സ്നേഹം തരികയും എനിക്ക് അത്രയും